ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗ പ്രതിരോധത്തിനുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്യാൻസർ കെയർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. കല്ലായിപ്പുഴയുടെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടാനുള്ള പ്രവൃത്തി പുരോഗമിക്കുന്നു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 34ാം ദുഃഖവെള്ളി ആചരിക്കുന്നു. മദ്യം മയക്കുമരുന്ന് വിപത്ത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായി പ്രസിഡന്റ് സി ചാക്കുണ്ണി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. കേസിൽ മലപ്പുറം മേൽമുറി മദനി HSSലെ പിയൂൺ അബ്ദുൽ നാസർ പിടിയിലായതായി SP KK മൊയ്തീൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം മേൽമുറി മൊയ്തീൻ ഹയർ സെക്കൻഡറി സ്കൂൾ പിയൂൺ അബ്ദുൽ നാസറാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. പനങ്ങാക്കര സ്വദേശി അബ്ദുൽ നാസർ കേസിൽ 4ാം പ്രതിയാണ്. സീൽ ചെയ്ത് സ്കൂളിൽ സൂക്ഷിച്ച ചോദ്യപേപ്പറുകൾ പൊട്ടിച്ച് ഫോട്ടോ എടുത്ത് അധ്യാപകനായ ഫഹദിന് വാട്സപ്പ് വഴി ചോർത്തി നൽകുകയാണ് പ്രതി ചെയ്തതെന്ന് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. സീൽ പൊട്ടിച്ചതുൾപ്പെടെ തെളിവുകൾ നശിപ്പിക്കാൻ അബ്ദുൽ നാസർ ശ്രമിച്ചു. ഇയാളുടെ ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കും. പ്രതി കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും SP വിശദീകരിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ SSLCയുടെ +1 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് കേസ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതിലെ 1ാം പ്രതി ഒഴിച്ച് 2-3 പ്രതികളെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫഹദ്, ജിഷ്ണു എന്ന പേരിൽ 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സോഴ്സിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമ്മൾ സ്കൂളിലെ മദീൻ ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളാണ് മലപ്പുറം ജില്ലയിലെ മേൽമുറിയിലുള്ള അവിടെയുള്ള പ്യൂണിന്റെ കയ്യിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ അധികൃതർ ചോദ്യപേപ്പർ സൂക്ഷിക്കേണ്ടതായിരുന്നു. സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഇതിൽ വീഴ്ച സംഭവിച്ചു. ഇംഗ്ലീഷും കണക്കുമാണ് ആദ്യം ചോർത്തിയത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ചോർത്തിയെങ്കിലും അത് പുറത്തു വന്നിട്ടില്ല. ഇനി ഫോൺ, വാട്സപ്പ് എന്നിവ സൂക്ഷ്മ പരിശോധന നടത്തും. ഫഹദ് നേരത്തെ സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗ പ്രതിരോധത്തിനുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്യാൻസർ കെയർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 2012 ആരംഭിച്ച സ്നേഹസ്പർശം പദ്ധതി 38 കോടിയോളം രൂപ വൃക്കരോഗികൾക്കായുള്ള വിവിധ സഹായ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ച് സൗജന്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നിരവധി സഹായങ്ങൾ തുടർച്ചയായി ചെയ്തു വരുന്നുണ്ട്. സ്നേഹസ്പർശം മാതൃകയിൽ ക്യാൻസർ രോഗ ചികിത്സാ രംഗങ്ങളിലൂടെയും ബോധവൽക്കരണ പരിപാടികളിലൂടെയും സമൂഹത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷ്യം. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സാങ്കേതിക സഹായങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ക്ലിനിക്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റേഡിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അജയ് കുമാർ നേതൃത്വം കൊടുത്തു. പരിശോധനാ ക്യാമ്പിൽ ഡോക്ടർ നർമിന, ഡോക്ടർ VC രവീന്ദ്രൻ, ഡോക്ടർ ഹർഷ ഗംഗാധരൻ എന്നിവർക്കൊപ്പം കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശാ വർക്കർമാരും സജീവമായി പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചുരുങ്ങിയ ചെലവിൽ പൂർണ്ണമായും രോഗം ഭേദമാക്കാനുള്ള സാഹചര്യം
സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ നടത്തുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കണ്ടെത്തിയത് തീർച്ചയായും നമുക്കറിയാം, ഇന്ന് കിഡ്നി രോഗികളെ പോലെ ഒരുപക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ക്യാൻസർ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന്. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ അധ്യക്ഷയായ ചടങ്ങിൽ RCH ഓഫീസർ ഡോക്ടർ സച്ചിൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിഷ പുത്തൻപുരയിൽ, VP ജമീല, KV റീന, P സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ E ശശീന്ദ്രൻ, കക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT വിനോദ്, കക്കോടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ താഴത്തിൽ ജുമൈലത്ത്, കൈതമോളി മോഹനൻ, പുനത്തിൻ മല്ലിക, സുജ അശോകൻ, വാർഡ് മെമ്പർ M ശോഭ, നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഷാജി CK, ആർദ്ര കേരളം നോഡൽ ഓഫീസർ ഡോക്ടർ അഖിലേഷ്, ജില്ലാ നോഡൽ ഓഫീസർ HWC ഡോക്ടർ ശ്രീജിത്ത് CB, കോഴിക്കോട് ക്യാൻസർ കെയർ സൊസൈറ്റി ട്രഷറർ BS സനാദ് എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനീബ് ചടങ്ങിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലായിപ്പുഴയിലെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടാനുള്ള പ്രവൃത്തി പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ഏതാണ്ട് 2000 ക്യൂബിക് മീറ്റർ ചെളിയാണ് നീക്കം ചെയ്തത്. 800 ക്യൂബിക് മീറ്റർ ചെളി ആകുന്ന മുറയ്ക്ക് ബാർജിലാക്കി ആഴക്കടലിൽ തള്ളുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 27-നാണ് കോതി അഴിമുഖം ഭാഗത്ത് ചെളി നീക്കം ചെയ്യാൻ തുടങ്ങിയത്. മുംബൈയിൽ നിന്നും എത്തിച്ച എക്സ്കവേറ്റർ ഉപയോഗിച്ചാണ് ചെളി നീക്കുന്നത്. ആദ്യ ദിവസം വെറും 100 ക്യൂബിക് മീറ്റർ ചെളി മാത്രമേ നീക്കം ചെയ്യാനായിട്ടുള്ളൂ. ഇതിനിടയിൽ എക്സ്കവേറ്ററിന് സാങ്കേതിക പ്രശ്നങ്ങളുമുണ്ടായി. തുടർന്ന് 28-ന് ചെളി നീക്കൽ പ്രവൃത്തി നടന്നില്ല. എക്സ്കവേറ്ററിന്റെ പ്രശ്നം പരിഹരിച്ച് ശനിയാഴ്ചയാണ് വീണ്ടും പ്രവൃത്തി തുടങ്ങിയത്. ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ T ഷാജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UK ഗിരീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C അജയൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ PP നിഖിൽ, ജോസ്നിയ, ഓവർസിയർ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. പുഴ കടലിൽ ചേരുന്ന കോതി മുതൽ മാങ്കാവ് കടുപ്പിനി വരെയുള്ള 4.2 കിലോമീറ്റർ ദൂരത്തിലാണ് 2.7 മീറ്റർ ആഴത്തിൽ ചെളി നീക്കേണ്ടത്. വർഷങ്ങൾക്ക് മുൻപുള്ള സർവേ പ്രകാരം 3.29 ലക്ഷം ക്യൂബിക് മീറ്റർ ചെളിയാണ് നീക്കേണ്ടത്. പുതിയ സർവേ പ്രകാരം 75,000 ക്യൂബിക് മീറ്റർ ചെളി അധികമുണ്ട്. കരാർ പ്രകാരമുള്ള ചെളി മാത്രമാണ് ഇപ്പോൾ നീക്കുക. വെസ്റ്റ് കോസ്റ്റ് ഡ്രഡ്ജിംഗ് കമ്പനിയാണ് ചെളി നീക്കുന്നത്. 12.98 കോടി രൂപയുടേതാണ് കോർപ്പറേഷന്റെ പദ്ധതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 34ാം ദുഃഖവെള്ളി ആചരിക്കുന്നു. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി നടത്തും. ദിവ്യബലിക്ക് പുരോഹിതന്മാരും നേതൃത്വം നൽകും. വയനാട് ദുരിതകൃഷ്ണ വഴി 34ാം ദുഃഖവെള്ളി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ 7/3/2025 വെള്ളിയാഴ്ച രാവിലെ 8:30 റവ ഡോക്ടർ സെബാസ്റ്റ്യൻ കിഴക്കേക്കരയിൽ സന്ദേശം നൽകുന്നു. തുടർന്ന് സെമിനാരി വിദ്യാർത്ഥികൾ നയിക്കുന്ന കുരിശിന്റെ വഴി 1:30 മൗനശനെ ലക്കടിയിൽ എത്തിച്ചേരും. തുടർന്ന് ദീപലിയും നേസഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ദുഃഖവെള്ളി ആഘോഷങ്ങൾക്ക് മുൻപായുള്ള വെള്ളിയാഴ്ചകളിലും വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴിയും ലക്കിടി മൗണ്ട് സീനായിൽ ചടങ്ങുകളും നേർച്ച ഭക്ഷണവും ഒരുക്കും. ഏപ്രിൽ 18-ന് ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 7:30-ക്ക് ഫാദർ ജോയ് ചെറുവത്തൂർ സന്ദേശം നൽകും. 10 മണിക്ക് ഫാദർ ജോസി താമരശ്ശേരി CMI,
ദുഃഖവെള്ളി സന്ദേശം നൽകും. തുടർന്ന് 10:30 യേശുവും പടയാളികളും മറിയവും ഭക്തസ്ത്രീകളും വേഷമണിഞ്ഞ് കുരിശിന്റെ വഴിയിൽ അണിനിരക്കും. വിശ്വാസികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഭക്ഷണവും വൈദ്യസഹായവും ഒരുക്കിയിട്ടുണ്ടെന്ന് തോമസ് തുണ്ടത്തിൽ CMI, അൻവിൻ മണ്ണൂർ CMI, ജോസഫ് അഗസ്റ്റിൻ കീപ്പുറം പാല, ടിൻഡു കോഴിക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 21-ാം തീയതി ഒരു വെള്ളിയാഴ്ചയുണ്ട്. ആ വെള്ളിയാഴ്ചയിൽ നമുക്ക് രാവിലെ 9:15 കുരിശിന്റെ വഴി സന്ദേശം നൽകുന്നത് ഫാദർ അൻവിൻ മണ്ണൂർ CMI ആണ്. അദ്ദേഹമാണ് അന്ന് കുരിശിന്റെ വഴി നയിക്കുകയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മദ്യം മയക്കുമരുന്ന് വിപത്ത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായി പ്രസിഡന്റ് CE ചാക്കുണ്ണി. നിയമങ്ങൾ, ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകൾ തുടങ്ങിയവ കർശനമാക്കണമെന്നും ആവശ്യപ്പെട്ടു. സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ അധ്യാപകർ, നിയമനിർവഹണ ഉദ്യോഗസ്ഥർ, ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ അടങ്ങിയ കമ്മിറ്റികൾ രൂപീകരിച്ച് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, സംസ്ഥാനത്തേക്ക് മയക്കുമരുന്നുകൾ കടക്കാതിരിക്കാൻ ചെക്ക് പോസ്റ്റുകളിലും മറ്റിടങ്ങളിലും പരിശോധന കാര്യക്ഷമമാക്കുക, ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക, മയക്കുമരുന്ന് ദുരുപയോഗത്തിന് ഇരയാകുന്ന കുട്ടികളെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുകയും ചെയ്യുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും മയക്കുമരുന്നുകളുടെ വിൽപ്പനയും വിതരണവും തടയുന്നതിന് നിയമനിർവഹണ ഏജൻസികളുമായി യോജിച്ച് പ്രവർത്തിക്കുക, സിനിമകളുടെയും TV സീരിയലുകളുടെയും സെൻസറിംഗ് കർശനമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനമാണ് സമർപ്പിച്ചത്. ആ നിവേദനം ലഭിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് നിവേദനത്തിലെ നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയുള്ള അറിയിപ്പ് ലഭിച്ചു. ഇത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ മാത്രം ചുമതലയെ കാണാതെ രക്ഷിതാക്കൾ കാര്യത്തിൽ കുറെ കൂടി ജാഗരൂകരായിരിക്കണമെന്നാണ്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയുടെ നടപടിയെയും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നമ്പൂതിരി ചിത്രങ്ങളുടെ ചിത്രപ്രദർശനവും ഗുരുകുലം ആർട്ട് ഗാലറിയിൽ മാർച്ച് 8 മുതൽ 18 വരെ നടക്കും. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മകൻ ദേവൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ചിത്രകാരൻ നമ്പൂതിരി സാറിന്റെ ഒരു ചിത്രപ്രദർശനത്തോടു കൂടി മാർച്ച് 8 മുതൽ 18 വരെ വീണ്ടും ഗാലറിയിൽ ആരംഭിക്കുകയാണ്. ഗാലറി കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലാണ്. അതായത് ഗാന്ധി എംപോറിയത്തിന്റെ തൊട്ടടുത്തായിട്ട്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ 30 ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടാകും. ചിത്ര പ്രദർശനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് മാർച്ച് 18 ത്രിരാഷ്ട്ര ചിത്രയാത്ര നടത്തിയ ഫ്രാൻസിസ് കോടങ്കണ്ടത്തും ഭാര്യ ഷേർലി ജോസഫും കലായാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ സെന്റർ നൽകുന്ന ഫ്ലെയിം പവർ നാഷണൽ അവാർഡ് ചിത്രകാരി ദിന കുമാരിക്ക് നൽകും. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത, DP ജ്യോതി എന്നിവർ സമർപ്പിക്കും. ഇത് പൂർണ്ണമായിട്ടും ചാർക്കോളിൽ രചിച്ച വർക്കുകളാണ്. അതായത് 4 അടി 2 അടി വലുപ്പമുള്ള ഫ്രെയിം ചെയ്ത 30 ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. ഇതിൽ കൂടാതെ കാഞ്ചന സീരിയയുടെ സെറ്റ്, അതായത് അന്നത്തെ സെറ്റ് അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് മെമ്മറിയിൽ ചെയ്ത് തന്ന 12 ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ബൃഹത്തായി ഇതുവരെ പബ്ലിഷ് ചെയ്യാത്ത ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് ബാബുവിന്റെ ഗാലറിയിൽ വെച്ച് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗുരുകുലം ആർട്ട് വില്ലേജ് ഡയറക്ടർ KP ബാബു, ഏഷ്യൻ ആർട്ട് സെന്റർ ഡയറക്ടർ സുരേഷ് കൂത്തുപറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chemanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെരാൾ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവവും പ്രതിഷ്ഠാദിന പരിപാടികളും നാടിന്റെ ആഘോഷമായി. 3 ദിവസങ്ങളിലായി വിവിധ പൂജാതി കർമ്മങ്ങളുടെയും അനുഷ്ഠാന ചടങ്ങുകളുടെയുമാണ് ഉത്സവം നടന്നത്. കൊളത്തറ ചെരാൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ദേവിക്ക് പൊങ്കാലയും വിവിധ മൂർത്തി വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ആദ്യ ദിനം സന്ധ്യാവേല ഉണ്ടായിരുന്നു. 2ാം ദിവസം ഗണപതി ഹോമത്തോടെ മറ്റ് ചടങ്ങുകളും ആരംഭിച്ചു. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി എടമന ഈശ്വർജി കാഞ്ഞങ്ങാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവിക്ക് പൊങ്കാല സമർപ്പണവും അലങ്കാര പൂജയും കലശമെഴുന്നള്ളിപ്പും നടന്നു. വെള്ളാട്ടുകൾ, ആഘോഷവരവ്, തായമ്പക, തിരുവുടയാട എഴുന്നള്ളത്ത്, അഷ്ടദിക്പാലക പൂജ, താലപ്പൊലി, കരിമരുന്ന് പ്രയോഗം എന്നിവയും ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി. തിറയാട്ടങ്ങൾക്ക് ശേഷം ഗുരുതിയോടെ ഉത്സവ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള യുക്തിവാദി സംഘം ഓർമ്മകളിൽ കലാനാഥൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. മാർച്ച് 9 നളന്ദ ഓഡിറ്റോറിയത്തിലാണ് യുക്തിവാദി സംഘം സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന കലാനാഥൻ മാസ്റ്ററുടെ അനുസ്മരണം നടക്കുക. അഖിലേന്ത്യാ യുക്തിവാദി സംഘം എന്ന പേരില് ഒരു പ്രസ്ഥാനമുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടന 90 സംഘടനകളുടെ കൺസോൾട്ടേഷനാണ്. അതിന്റെ സ്ഥാപക സെക്രട്ടറിയും പിൽക്കാലത്ത് ജനറൽ സെക്രട്ടറിയുമായിട്ട് അദ്ദേഹം 10 വർഷം പ്രവർത്തനം നിർവഹിച്ചിട്ടുണ്ട്. സബലോത്സുക യുക്തിവാദിത്തിന്റെ പ്രചാരകനായി നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. യുക്തിവാദ ശാസ്ത്രീയ രംഗത്ത് 6 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച യു കലാനാഥൻ ഓർമ്മയായിട്ട് 1 വർഷം തികയുകയാണ്. 1ാം വാർഷികം ഓർമ്മകളിൽ കലാനാഥൻ എന്ന പേരിൽ മാർച്ച് 9 നടത്തുമെന്ന് കേരള യുക്തിവാദി സംഘം ഭാരവാഹികൾ പറഞ്ഞു. നീണ്ട 10 വർഷം യുക്തിവാദി സംഘത്തിന്റെ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു. 1ാം അനുസ്മരണ പരിപാടികൾ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മുല്ലവീട്ടിൽ മൊയ്തീൻ, KYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TP മണി, ഇരിങ്ങൽ കൃഷ്ണൻ, CS എലിസബത്ത്, പ്രകാശ് കറുത്തേടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫാദർ തോമസ് ആന്ത്രപ്പേർ സ്മാരക പ്രഭാഷണ പരമ്പരയ്ക്ക് മാർച്ച് 7 തുടക്കമാകും. പരിപാടിയുടെ ഉദ്ഘാടനവും ആദ്യ പ്രഭാഷണവും KP കേശവ മേനോൻ ഹാളിൽ നടക്കുമെന്ന് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ഫാദർ തോമസ് ആന്ത്രപ്പേറിന്റെ സ്മാരക പ്രഭാഷണ പരമ്പരയാണിത്. ആന്ത്രപ്പേർ ഫാദർ സെന്റ് ജോസഫ്സ് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹം ആ സ്കൂളിലെ ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും വിദ്യാർത്ഥികളെ വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് സംസ്ഥാന അധ്യാപക അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നത്. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായിരുന്ന ഫാദർ തോമസ് ആന്ത്രപ്പേർ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും അലുമിനി അസോസിയേഷനും സാൻജോ ഔട്ട്റീച്ച് സർവീസും സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുമായി ചേർന്നാണ് പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും ആദ്യ പ്രഭാഷണവും മാർച്ച് 7 വൈകിട്ട് KP കേശവ മേനോൻ ഹാളിൽ നടക്കും. ഉദ്ഘാടനം ഫാദർ ഡോക്ടർ EP മാത്യു നിർവഹിക്കും. പരമ്പരയിലെ ആദ്യ പ്രഭാഷണം അതിരുകൾ തീർക്കപ്പെടുന്ന മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യ പോരാട്ടവും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ വിനോദ് K. ജോസ് സംസാരിക്കും. ഈ പരമ്പരയുടെ മുന്നോടിയായിട്ട് ഞങ്ങളൊരു പേപ്പർ പ്രസന്റേഷൻ കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. 3 ടീമുകളെ വിജയികളായിട്ട് തെരഞ്ഞെടുത്തു. ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ടീമിനായിരുന്നു. സെക്കൻഡ് പ്ലേസിലെത്തിയത് സെന്റ് മേരീസ് സ്കൂൾ ചേർന്നമ്പലത്തെ ഒരു വിദ്യാർത്ഥിയാണ്. തേർഡ് പ്രൈസ് ലഭിച്ചത്
ട്രിവാൻഡ്രം ദേവള സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ആന്റോ MP, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 37ാമത് അഖിലേന്ത്യാ പോസ്റ്റർ സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി നേടിയ കോഴിക്കോടിന്റെ പേരിൽ പ്രത്യേക തപാൽ കവർ പ്രകാശനം ചെയ്ത കേന്ദ്ര തപാൽ വകുപ്പിനെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളും പോസ്റ്റ് ഫോറം അംഗങ്ങളുമായ ഷെവലിയർ C. ചാക്കുണ്ണി, CC മനോജ്, CK മൻസൂർ, MDC സീനിയർ വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവർ അഭിനന്ദിച്ചു. വിവിധ ഡിസൈനുകളിൽ ഡിസൈൻ ചെയ്ത തപാൽ കവറുകൾ കോഴിക്കോടിന്റെ സാഹിത്യനഗര പദവിക്ക് ഒരു പൊൻതൂവലാണെന്ന് MDC പ്രസിഡന്റും പോസ്റ്റ് ഫോറം സീനിയർ മെമ്പറുമായ ഷെവലിയർ C. ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ 49ാം ഡിവിഷനിലെ അംഗൻവാടികൾക്ക് G-ബിൻ വിതരണം ചെയ്തു. കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അംഗനവാടി ടീച്ചർ E. സുജിന അധ്യക്ഷത വഹിച്ചു. അംഗനവാടി അധ്യാപികമാരായ NB ഷൈനി, K. ശ്രീകല എന്നിവരും സംസാരിച്ചു. അഴക് കോഴിക്കോട്, ശുചിത്വ മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായാണ് ബിന്നുകൾ വിതരണം ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗ പ്രതിരോധത്തിനുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്യാൻസർ കെയർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. കല്ലായിപ്പുഴയുടെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടാനുള്ള പ്രവൃത്തി പുരോഗമിക്കുന്നു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 34ാം ദുഃഖവെള്ളി ആചരിക്കുന്നു. മദ്യം മയക്കുമരുന്ന് വിപത്ത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായി പ്രസിഡന്റ് C. ചാക്കുണ്ണി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.